ലൈറ്റ് പൊല്യൂഷനാണ് ഒട്ടേറെ രോഗങ്ങൾക്ക് ഇന്ന് കാരണം. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ഒരു ബൾബുണ്ട്, അതിന്റെ ഉള്ളിൽ ചുവന്ന ഒരു കമ്പി കഷ്ണം കത്തും, അതുകൊണ്ട് ശല്യമില്ല. അതിനുശേഷം പിന്നെ ഒരു LED വന്നു. ഇത് മനുഷ്യന്റെ കണ്ണിലൂടെ കയറിയാൽ അത് ഹാർട്ടിലെത്തുകയും കിഡ്നി തകരാറാക്കുകയും ഹാർട്ട് തകരാറാക്കുകയും ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കും. പക്ഷെ എന്ത് മണ്ടത്തരല്ലേ നമ്മുടെ ഉസ്താദ് പറയണേ, LED ബൾബിന്റെ ലൈറ്റ് ഹൃദയരോഗം ഉണ്ടാക്കുന്നതാണ്. ബുദ്ധിമാനെ എന്താണ് പറയാനുള്ളത്? ഈ വിവരദോഷികളെ പടച്ചുവിടുന്ന മത്സരം നടക്കുമ്പോൾ ഫസ്റ്റ് പ്രൈസ് അത് എങ്ങനെയും നമ്മൾ തട്ടിയെടുത്തേ അടങ്ങുമെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഇവരൊക്കെ. ആ മുമ്പിലിരുന്ന് കേൾക്കുന്ന എല്ലാവന്മാരുടെയും വീട്ടിൽ LED ബൾബായിരിക്കും. എന്തിന്? ഈ വാപോയ കോടാലി പിടിച്ചവൻ വിളിച്ചു പറയുന്നവന്റെ വീട്ടിലും അതാവണമല്ലോ സ്ഥിതി. എന്നിട്ടും ഇങ്ങേർക്ക് എന്തായിരിക്കും അറ്റാക്ക് വരാത്തത്? പഴയ 100-ന്റെയും 110-ന്റെയും ബൾബുകളിലേക്ക് മടങ്ങിപ്പോ മക്കളെ. ഭൂരിഭാഗം പേരും നമ്മുടെ ഉസ്താദാണ് മണ്ടത്തരം പറയുന്നത് എന്നാവും കരുതിയിരിക്കുക അല്ലേ? എങ്കിൽ തെറ്റി. നമ്മുടെ അമേരിക്കൻ ഹാർട്ട്സ് അസോസിയേഷന്റെയും ഹാർവാർഡ് ഹെൽത്തിന്റെയും പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രാത്രിയിലുള്ള ഉയർന്ന രീതിയിലുള്ള പ്രകാശരശ്മിയുടെ എക്സ്പോഷർ നമ്മുടെ തലച്ചോറിന്റെ സ്ട്രെസ് ആക്ടിവിറ്റിയെയും രക്തക്കുഴലുകളിൽ നീർക്കെട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ഇത് ഹൃദയരോഗത്തിലോട്ട് നയിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു. ഈ LED ബൾബിന്റെ ലൈറ്റും ഇതിൽപ്പെട്ടതാണ്. എന്താ ഡൗട്ട് ഉണ്ടോ? തീർത്തരാം. മോളെ ജെമിനി, രാത്രിയിലുള്ള LED ബൾബിന്റെ പ്രകാശം ഹൃദയരോഗത്തിലേക്ക് നയിക്കുമെന്ന് കേൾക്കുന്നു. ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ എവിഡൻസ് ഒന്ന് പറയാമോ? ഒന്ന് വിശദീകരിക്കാമോ? രാത്രിയിലുള്ള കൃത്രിമ പ്രകാശം, പ്രത്യേകിച്ച് LED ബൾബുകളുടെ വെളിച്ചം ഹൃദയരോഗ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ വെളിച്ചം നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ ഉറക്കചക്രത്തെയും ജൈവിക ഘടികാരത്തെയും താളം തെറ്റിക്കുന്നു. ഇത് പിന്നീട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇതിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ശാസ്ത്ര സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഒരു പഠനത്തിൽ രാത്രിയിലെ അമിത പ്രകാശം തലച്ചോറിലെ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം വർദ്ധിപ്പിക്കുമെന്നും രക്തക്കുഴലുകളിൽ വീക്കമുണ്ടാക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ UK ബയോബാങ്കിലെ 89,000-ത്തിലധികം ആളുകളിൽ നടത്തിയ മറ്റൊരു പഠനത്തിൽ രാത്രി കൂടുതൽ പ്രകാശമുള്ള അന്തരീക്ഷത്തിൽ കഴിയുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. നീ പറ, ആരാണ് മരപ്പൊട്ടൻ? അയ്യോ, മരപ്പൊട്ടെന്ന് വിളിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. പൊട്ടെന്നേ ഇപ്പൊ വിളിക്കാൻ പറ്റുള്ളൂ. എന്നിട്ടും ഇങ്ങേർക്ക് എന്തായിരിക്കും അറ്റാക്ക് വരാത്തത്? ഹോ, അങ്ങനെയെങ്കിൽ ബുദ്ധിമാനെ, ഈ സിഗരറ്റിൽ ക്യാൻസർ വരുമെന്ന് എഴുതിയിട്ടുണ്ട്. അത് വലിച്ചാൽ എല്ലാവർക്കും ക്യാൻസർ വരുന്നുണ്ടാ? ഈ മൈക്കും പൊക്കി പിടിച്ചിരിക്കുമ്പോൾ ഒരു കുട്ടികളുടെ കോമൺ സെൻസ് എങ്കിലും വേണ്ടടേ. ഇനി ധൈര്യമായിട്ട് മരപ്പൊട്ടൻ എന്ന് തന്നെ വിളിക്കാം.